ഇതിന് തൊട്ടു മുൻപാണ് ഈ നോവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു നമ്മുടെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഈ ഒരു നോവലിന്റെ പശ്ചാത്തലങ്ങളും അതുപോലെ തന്നെ മലയാളത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മുടെ മെമ്മറിയിൽ മുഴുവൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ബിഗ് ബോസിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടുമ്പോൾ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മലയാള ഭാഷയെ പ്രൊമോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മലയാളത്തിന്റെ ചില കാര്യങ്ങൾ അടുത്തൊരു ജനറേഷന് അല്ലെങ്കിൽ അതൊരു വാർത്തയാക്കേണ്ടത്, ചർച്ചയാക്കേണ്ടത് അതെന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഞാനൊരു എഴുത്തുകാരനായിട്ട് കൂടെ ഞാനത് ചെയ്തില്ലെങ്കിലാണ് അത് പ്രശ്നം. പക്ഷെ അങ്ങനെ ഹൗസിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇല്ലെന്നേ ഞാൻ പറയുന്നത്. കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മലയാളത്തിന്റെ ഈ സുപ്രഭാതം എന്ന് പറയുന്ന വാക്ക് ഇത്ര നമ്മളിപ്പോ ഒരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോ അവര് പറയുന്ന ഒരു കാര്യമാണ് സുപ്രഭാതം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ ഒരു മാറ്റാണ്. എന്നെ പോലുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ മാത്രമാണ് ഇനീഷ്യലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. മലയാളത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ പറ്റി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഴുത്ത് ജീവിതം തുടരുകയാണ് രണ്ടാമത്തെ പുസ്തകം. നമ്മള് പുസ്തക പ്രകാശനം കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു തന്നെ പോകണം. അപ്പോൾ